സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. സാഹിത്യോത്സവങ്ങളുടെ നിരയിലേക്ക് വടകരയിൽ നിന്ന് ഒരു ഉത്സവം കൂടി കൂട്ടിച്ചേർക്കപ്പെടുകയാണ് വാ ഫെസ്റ്റിലൂടെയെന്ന് പ്രശസ്ത കവി വീരാൻകുട്ടി മാസ്റ്റർ പറഞ്ഞു. പുനത്തിൽ കുഞ്ഞബ്ദുള്ള എന്ന പ്രതിഭാധനരായ എഴുത്തുകാരൻ ഇറങ്ങിപ്പോയ അതേ സ്ഥലത്ത് നടക്കുന്ന പരിപാടിയിൽ അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തോടൊപ്പം എഴുതിയവരുടെയും പുസ്തകങ്ങൾ തിരിച്ചുവന്ന് വായനക്കാരെ സ്വീകരിക്കുന്നു എന്നത് ഒരുപക്ഷെ വാ ഫെസ്റ്റിലെ യാദൃശ്ചികത ആവാമെന്നും വീരാൻകുട്ടി അഭിപ്രായപ്പെട്ടു. സാഹിത്യോത്സവങ്ങളുടെ നിരയിലേക്ക് വടകരയിൽ നിന്ന് ഒരു ഉത്സവം കൂടി കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. അതാണ് വാ ഫെസ്റ്റിവൽ. കേരളത്തിലെ സാഹിത്യോത്സവങ്ങൾ നഗരങ്ങളെ കേന്ദ്രീകരിച്ചാണ് തുടങ്ങിയതെങ്കിലും ഇന്ന് ഗ്രാമങ്ങളിലേക്ക് കൂടി അതിൻ്റെ കടന്നുവരവ് നമ്മൾ കാണുന്നു. സാംസ്കാരികോത്സവങ്ങളും അതുപോലെ സാഹിത്യോത്സവങ്ങളും വടകര പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് കൂടി കടന്നു വരികയും അതിനൊരു ജനകീയ പങ്കാളിത്തം ഉണ്ടായിത്തീരുകയും ചെയ്യുന്നുണ്ട്. കോഴിക്കോട് സാംസ്കാരിക സാഹിത്യ നഗര പദവി നേടിയിട്ട് അധികമായിട്ടില്ല. യുനെസ്കോയുടെ ഉയർന്ന പദവി നേടിയിട്ട് അധികമായിട്ടില്ല. നേരത്തെ തന്നെ സംസ്കാരത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും വായനയുടെയും വലിയ പാരമ്പര്യമുള്ളൊരു നാടാണ് നമ്മുടേത്. പ്രത്യേകിച്ചും വടകര നാടകത്തിൻ്റെയും സംഗീതത്തിൻ്റെയും വലിയ പാരമ്പര്യമുള്ളൊരു നാടാണ്. നമ്മുടെ വടക്കമ്പാട്ടും കടത്തനാട്ടിലെ മറ്റ് ആയോധന കലയും എല്ലാം ചേർന്ന് വലിയൊരു സാംസ്കാരിക ലെഗസിയുള്ളൊരു നാടാണ്. അപ്പോൾ അവിടേക്ക് ഇതുപോലെയുള്ള ഉത്സവങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ നമ്മുടെ സംസ്കാരത്തെ തിരിച്ചറിയുന്നു. പുതിയ തലമുറയ്ക്ക് അതുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കപ്പെടുന്നു. അങ്ങനെ ഒരു വലിയ ഒരു ഉണർവ് സാംസ്കാരിക രംഗത്ത്, സർഗാത്മകതയുടെ രംഗത്ത്, മനുഷ്യരുടെ പരസ്പരമുള്ള വിനിമയത്തിൻ്റെ രംഗത്തൊക്കെ ഉണ്ടായിത്തീരാൻ ഇത്തരത്തിലുള്ള സാംസ്കാരിക ഇടങ്ങളുടെ വിപുലനം വളരെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വാ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം മാതൃഭൂമി ബുക്സിൻ്റെ നേതൃത്വത്തിൽ വിവിധ പബ്ലിഷേഴ്സ് പങ്കെടുക്കുന്ന പുസ്തകമേളയാണ്. അന്താരാഷ്ട്ര പുസ്തകമേളയാണ്. വളരെ കൗതുകമായിട്ട് തോന്നുന്നൊരു കാര്യം, മലയാളത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരിലൊരാളായിട്ടുള്ള വടകരയുടെ സ്വന്തം കുഞ്ഞിക്ക താമസിച്ചിരുന്ന, പുനത്തിൽ കുഞ്ഞബ്ദുള്ള താമസിച്ചിരുന്ന വീടിൻ്റെ അതിനോട് ചേർന്നിട്ടാണ് ഈ പുസ്തകമേള നടക്കുന്നത്. ഒരുപക്ഷെ വളരെ യാദൃശ്ചികമായിട്ടാണ് നടക്കുന്നതെങ്കിൽ പോലും ആ യാദൃശ്ചികത വലിയൊരു സൗന്ദര്യത്തെ, വലിയൊരു ഓർമ്മയെ, വലിയൊരു ബന്ധത്തെ നമ്മുടെ മുന്നിലേക്ക് പ്രത്യാനയിക്കുന്നു. കുഞ്ഞിക്ക ഇറങ്ങിപ്പോയ അതേ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂടെ എഴുതിയവരുടെയും പുസ്തകങ്ങൾ തിരിച്ചു വന്ന് വായനക്കാരെ സ്വീകരിക്കുന്ന വളരെ സന്തോഷം നിറയുന്നൊരു കാഴ്ച കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. വാ ഫെസ്റ്റിലെ 3-ാം ദിവസത്തെ കവിതാ ക്യാമ്പിൽ പങ്കെടുക്കവേ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കവിതാ ക്യാമ്പിൽ ഷീജ വക്കം, പി രാമൻ, ആദി, വീരാൻകുട്ടി, അൻവർ അലി, കൽപ്പറ്റ നാരായണൻ എന്നിവർ പങ്കെടുത്തു. ഇടയ്ക്കിടെ അരങ്ങേറുന്ന സാംസ്കാരിക പരിപാടികൾ വടകരയെ ധന്യമാക്കുമ്പോൾ കോഴിക്കോടിനെ പോലെ വടകരയും ഒരു സാംസ്കാരിക പൈതൃകം മൂറുന്ന നാടാകാൻ അധികം വൈകില്ലെന്ന് ഗാനരചയിതാവ് EV വത്സൻ പറഞ്ഞു. വായന, വാക്ക്, വര, വടകര, അങ്ങനെയുള്ളൊരു ക്യാപ്ഷനാണ് ഇതിൻ്റെ സംഘാടകർ നൽകിയിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമായ ഒരു ക്യാപ്ഷനാണ്. സാംസ്കാരികമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള അത്തരത്തിലുള്ള കലാപരമായിട്ടുള്ള എല്ലാ രംഗത്തുള്ള എല്ലാ മേഖലകളിലുമുള്ള പഴയ തലമുറക്കാരെയും പുതിയ തലമുറക്കാരെയും എല്ലാം ഈ ഒരു പരിപാടിയിൽ അവർ പങ്കെടുപ്പിക്കുന്നു. മറ്റൊന്ന്, നമ്മുടെ വടകരയും സാംസ്കാരിക രംഗത്തേക്ക് ഉയരുന്ന ഒരു കാഴ്ച നമ്മുടെ കോഴിക്കോട് സാംസ്കാരിക പദവി ഏറ്റെടുത്തിട്ട് പേരും പെരുമയും പ്രശസ്തിയും നേടിയെടുത്തിട്ടുണ്ട്. ആ ഒരു അവസരത്തിൽ നമ്മുടെ വടകരയും പതുക്കെ ആ ഒരു അവസ്ഥയിലേക്ക്, ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക്, ഉയർച്ചയിലേക്ക് നീങ്ങുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന എന്നെപ്പോലെയുള്ള പഴയ തലമുറക്കാർക്കുള്ള ആഹ്ലാദവും സന്തോഷവും അഭിമാനവും ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവെക്കുകയാണ്. അതുമാത്രമല്ല, ഈ ഒരു പരിപാടി നടക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ വീട്. ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണകൾ മാത്രമേ ഇപ്പോൾ അവിടെയുള്ളൂ. പക്ഷെ അവിടെയാണ് യാദൃശ്ചികമായിട്ടോ അറിഞ്ഞോ അറിയാതെയോ ഒരു പുസ്തകത്തിൻ്റെ ഇത് മുഴുവനും അവിടെയാണ് തുറന്നു വെച്ചിരിക്കുന്നത്. വായനാലോകം തുറഞ്ഞ പുസ്തകങ്ങളിൽ അവിടെയാണ് വിൽപ്പനക്കുള്ളത്. അത് വളരെ ഒരു എന്താ പറയുക, നമ്മൾ വിചാരിച്ച പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും പുസ്തകവും
ആ ഒരു സമന്വയം നമുക്ക് വളരെ യാദൃശ്യമായിട്ടാണെങ്കിലും വളരെ ഒരു അഭിമാനകരമായിട്ട് തോന്നുന്ന ഒരു രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തുള്ള എല്ലാവരും എല്ലാം മറന്ന് കലയുമായും സംസ്കാരവുമായും സമന്വയിച്ച് പ്രവർത്തിക്കുന്ന ഈ ഒരു പരിപാടിക്ക് ഹൃദ്യമായ ആശംസകളും ഞാൻ നേരെയാണ്. സെപ്റ്റംബർ 17 തുടങ്ങിയ വാഫെസ്റ്റ് 22 സമാപിക്കും. വടക്കൻ പാട്ടിന്റെയും മാപ്പിളപ്പാട്ടിന്റെയും സമന്വിത സംസ്കാരം പേറുന്ന കലാഗ്രാമമാണ് വടകര. പഴമയുടെ സംസ്കാരം പുതുതലമുറയിലേക്ക് എത്തിക്കുന്ന പാലമായി വർത്തിക്കാൻ വാഫെസ്റ്റ് പോലുള്ളവ തുടരാനുള്ള ശ്രമം ഉണ്ടാകുമെന്ന് ഫെസ്റ്റ് സംഘാടകർ വ്യക്തമാക്കി. വലിയ കലാസാംസ്കാരിക പാരമ്പര്യമുള്ള ഒരു മണ്ണാണ് വടകര. വടക്കൻ പാട്ടുകളുടെയും മാപ്പിളപ്പാട്ടിൻ്റെയും ഒരു സമന്വിത സംസ്കാരം നിലനിന്ന സ്ഥലം. അതിനെ പുതുതലമുറകളിലേക്ക് കൈമാറുന്ന വലിയ വ്യക്തികൾ, കടത്തനാട്ട് മാധവിയമ്മയെ പോലെ, PT അബ്ദുറഹ്മാൻ മാഷെ പോലെ, വടകര കൃഷ്ണദാസിനെ പോലെയൊക്കെയുള്ള വലിയ മനുഷ്യർ ജീവിച്ച് മൺമറഞ്ഞു പോയ ഒരു ദേശം. ഈ പാരമ്പര്യത്തെ പുതുതലമുറയിലേക്ക് കൈമാറുക എന്ന ഉദ്ദേശത്തിലാണ് സഫ്ദർ ഹാഷ്മി നാട്യസംഘം വാ എന്ന രാജ്യാന്തര പുസ്തകോത്സവം സംഘടിപ്പിച്ചത്. പുസ്തകോത്സവം കേവലമായൊരു പുസ്തക വിപണിയെ മാത്രമല്ല, കഥ, തിരക്കഥ, കവിത തുടങ്ങി ചിത്രകല തുടങ്ങി പലതരത്തിലുള്ള മാധ്യമങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ക്യാമ്പുകൾ, ആ മേഖലയിൽ അഭിരുചിയുള്ള ആളുകൾക്ക് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതാത് മേഖലകളിലുള്ള ഫാക്കൽറ്റിയെ കൊണ്ടുവന്ന് വടകരയിൽ കൊണ്ടുവന്ന് ക്ലാസ്സുകൾ നൽകുകയൊക്കെ ചെയ്യുന്ന വിധത്തിലുള്ള പരിപാടി. അതോടൊപ്പം തന്നെ വടകരയിലെ പ്രധാനപ്പെട്ട പല മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വടകരയെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ള വലിയ വ്യക്തിത്വങ്ങൾക്കുള്ള ആദരം. കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ച ഒരു വലിയ കാലം കവിതയുടെ മണ്ഡലത്തിൽ വളരെ കൃത്യമായ സംഭാവനകൾ നൽകിയ കൽപ്പറ്റ നാരായണ മാഷ്, അതുപോലെ മലയാളക്കര മുഴുവൻ പാടിയ കഴിഞ്ഞുപോയ കാലം കാറ്റിനക്കരെ എന്ന പാട്ട് മലയാളിക്ക് നൽകിയ വടകരക്കാരനായ EV വത്സം മാഷ്, അങ്ങനെയുള്ള വലിയ വ്യക്തിത്വങ്ങളെ നമ്മൾ ഈ വേദിയിൽ ആദരിക്കുന്നു. സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് ലഭിച്ച പൗർണമി ശങ്കർ, അങ്ങനെയൊക്കെയുള്ള വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നു. VT മുരളിയേട്ടൻ ഈ വേദിയിൽ എത്തുന്നു. ഉണ്ണിയാറിനെ പോലെ, ബെന്യാമിനെ പോലെ ഒക്കെയുള്ള, നിലമ്പൂർ ഐഷയെ പോലെയൊക്കെയുള്ള ഒരു ആയുസ് മുഴുവൻ നാടകത്തിൻ്റെ വേദിയിൽ സമരം ചെയ്ത് വലിയ എതിർപ്പുകൾ ഏറ്റുവാങ്ങിയിട്ട് നാടക മേഖലയിലൊക്കെ ഇടപെട്ട നിലമ്പൂർ ഐഷയെ പോലെയൊക്കെയുള്ള, അങ്ങനെ മുഴുവൻ ആളുകളെ ഇപ്പോൾ പറയുകയല്ല എങ്കിൽ പോലും പ്രധാനപ്പെട്ട ചില വ്യക്തിത്വങ്ങളെ അവരെയൊക്കെ നമ്മൾ ആദരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തത്. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു പുതിയ തലമുറയിലേക്കുള്ള ഒരു പാലമിടലാണ്. എന്താണ് വടകര, എന്തായിരുന്നു നമ്മുടെ പാരമ്പര്യം എന്നുള്ളത്. വടകര വലിയ വലിയ എഴുത്തുകാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും ഒക്കെ പാദസ്പർശമേറ്റിട്ടുള്ള ഒരു മണ്ണാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയെക്കുറിച്ചാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. പുതിയ തലമുറയിലേക്ക് ഈ കാര്യങ്ങളെല്ലാം അതിൻ്റെ ഒട്ടും പ്രാധാന്യം നഷ്ടപ്പെട്ടു പോവാതെ തന്നെ നിലനിർത്താൻ ആവശ്യമായ ഒരു തുടക്കമാണിത്. അപ്പോൾ വാ ഫെസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ അവസാനിക്കുന്നതല്ല, ഇത് യഥാർത്ഥത്തിൽ ഒരു തുടക്കമാണ്. വരുന്ന വർഷങ്ങളിലും ഇതിനേക്കാളും മികച്ച രീതിയിൽ സംഘടിപ്പിക്കാം എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ആ രൂപത്തിൽ ഇതിനൊരു തുടർച്ചയുണ്ടാവും. വ്യത്യസ്തമായ പരിപാടികൾ തന്നെയാണ് നമ്മൾ ഇനി തുടർന്നും ആസൂത്രണം ചെയ്ത് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ വടകരയുടെ ഒരു വലിയ ഒരു ഉത്സവമായിട്ട് വരുന്ന കാലത്ത് വാ ഫെസ്റ്റിനെ മാറ്റാൻ സാധിക്കും എന്നാണ് ഇതിൻ്റെ സംഘാടകരായി നിൽക്കുന്ന ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. അവന്റെ ജീവിതം ഇക്കാലത്തെ ജീവിതയുദ്ധം മല്ലന്മാർക്ക് പറ്റൂല. ഇവിടുന്നൊന്നു വിട്ടുപോയാൽ